ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു മൂവി അപ്ഡേറ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇഡലിക്കടൈ. ധനുഷ് നായകനായിട്ട് വരുന്ന ചിത്രം. ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് അത്. കാരണം ആ ഒരു കോംബോ അറിയാലോ, ധനുഷ് നിത്യ മേനോൻ കോംബോ. കാരണം ഇതിനു മുമ്പ് വന്നിട്ടുള്ള തിരുച്ചിട്ടാമ്പലം സിനിമ കണ്ടുള്ള എല്ലാവർക്കും അവരുടെ ആ ഒരു കോമ്പിനേഷൻ വീണ്ടും വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ആ ഒരു സിനിമ തന്നെയായിരിക്കും ഫസ്റ്റ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. എന്തായാലും 1 ഒക്ടോബർ ഇൻ സിനിമാസ് വേൾഡ് വൈഡ് എന്ന് പറഞ്ഞ് അതിന്റെ ഒരു റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്ടോബർ 1-നാണ് സിനിമ റിലീസിനെത്തുന്നത്. ധനുഷ് വളരെയധികം സാധാരണക്കാരനായിട്ടാണ് ഈ ഒരു സിനിമയിൽ എത്തുന്നത്. കുറച്ചുകൂടി ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു കഥാപാത്രമായിരിക്കുമെന്ന് ഫീൽ ചെയ്യുന്നു ഈ ഒരു പോസ്റ്റർ കാണുമ്പം. അടുത്ത പറയാനുള്ളത് ബസൂക്കയെ പറ്റിയാണ്. പടത്തിന് സെൻസേർഡ് വിത്ത് UA ക്ലീൻ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് അവർ പുതിയതായിട്ട് പുറത്തുവിട്ട ആ ഒരു പോസ്റ്റർ. മമ്മൂക്ക ഒരു കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന വേഷം. ഈ ഒരു വേഷം ഓൾറെഡി നല്ല രീതിയിൽ ക്ലിക്ക് ആയിട്ടുള്ള ഒരു സാധനമാണ്. മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഫൈൽ പിക്ക് തന്നെ ഇട്ടേക്കുന്ന ഈ ഒരു പിക്കാണ്. എന്നാ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കിലാണ് മമ്മൂക്ക നിൽക്കുന്നത്. മമ്മൂക്കയെ ഈ ഒരു ചിത്രത്തിൽ ഉടനീളം വളരെ സ്റ്റൈലിഷ് ആയിട്ട് കാണണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. മമ്മൂക്കയുടെ ആ ഒരു മുടിയും താടിയും കൂളിംഗ് ഗ്ലാസും ഒക്കെ നല്ല രസമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു പോസ്റ്ററിലുള്ള കാർ ഏതാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഇന്നിപ്പം ഏപ്രിൽ 6-ആണ്. ഇനി 4 ദിവസം കൂടാണ് ബസൂക്ക റിലീസ് ആവാൻ വേണ്ടി ഉള്ളത്. നെക്സ്റ്റ് പറയാനുള്ളത് എമ്പുരാനെ പറ്റിയാണ്. എമ്പുരാൻ റീ എഡിറ്റ് പതിപ്പ് കാണാൻ ആളില്ല എന്നാണ് ചോദ്യം. എമ്പുരാന്റെ 8-ാം ദിവസം കളക്ഷനിൽ ഇടിവ് സംഭവിച്ചു. അതുവരെ നല്ല കളക്ഷൻ ആയിരുന്നു മൂവിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് കുറച്ചു പേര് വലിയൊരു സംഭവമാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പലരും അഭിപ്രായങ്ങൾ പറയുന്ന സിനിമ പൊട്ടി, സിനിമ തീർന്നു എന്നൊക്കെയാണ്. ഇങ്ങനെ പറയുന്നവരൊക്കെ ഇപ്പോഴും പഴയ ചിന്താഗതിയും കൊണ്ട് നടക്കുന്നവരാണ്. സിനിമ 100 ദിവസം ഓടിയാലേ ഹിറ്റ് ആകൂ എന്നായിരിക്കും അവരുടെ വിചാരം. സിനിമ ഓൾറെഡി തന്നെ 200 കോടി പ്ലസ് കളക്ഷൻ കയറി, 100 കോടി പ്ലസ് തിയേറ്റർ ഷെയർ കിട്ടി. കേരളത്തില് ഫാസ്റ്റസ്റ്റ് ആയിട്ട് 50 കോടി ക്ലബിൽ കയറിയ സിനിമ. ഇങ്ങനെ പറയാനാണെങ്കിൽ എണ്ണി പറയാൻ ഒരുപാട് കളക്ഷൻ റിപ്പോർട്ടുകളുണ്ട്. ഇങ്ങനെയുള്ള ഒരു പടം എങ്ങനെയാണ് പൊട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല. എമ്പുരാൻ കേരളത്തിൽ നിന്നും പെരുന്നാൾ ദിവസം മാത്രം കളക്ട് ചെയ്തത് 10.52 കോടിയാണ്. റിലീസായി 5 ദിവസത്തിൽ 3 ദിവസവും കേരളത്തിൽ നിന്നും 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന ആദ്യത്തെ മലയാള ചിത്രം. ഇനി 7 ദിവസത്തിൽ വേൾഡ് വൈഡ് തിയേറ്ററുകൾ ഷെയർ എത്തി നിൽക്കുന്നത് 100 കോടിയിലാണ്. എന്നിട്ടും ചില ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കളക്ഷൻ ഇല്ല, പടം പൊട്ടി എന്നൊക്കെയാണ്. 8-ാം ദിവസം സിനിമയുടെ കളക്ഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നോർത്തിലൊന്നും ഇപ്പം വലിയ രീതിയിൽ കളക്ഷൻ കയറുന്നില്ല. അവിടെ കളക്ഷൻ കുറവാണ്. പക്ഷെ കേരളത്തിലൊക്കെ ഇപ്പോഴും സിനിമ ഹൗസ്ഫുൾ ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് മിക്ക സെന്റേഴ്സിലും. ഇനിയും വരും ദിവസങ്ങളിൽ പടം നല്ലതുപോലെ തന്നെ ഓടും. ഇനിയും സിനിമ കാണാൻ ഒരുപാട് ഫാമിലി ഓഡിയൻസ് ഒക്കെ ഉണ്ട്. ഈ ഒരു തിയേറ്ററിലുള്ള തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോകാനിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സിനിമ പൊട്ടി, കളക്ഷനൊന്നും ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞു പരത്തുന്നത് ഹേറ്റേഴ്സ് മാത്രമാണ്. എന്തായാലും BJPയെ തൊട്ടപ്പോൾ ഉണ്ടായ കോലാഹലങ്ങളാണ് ഇതൊക്കെ. അതെന്തൊക്കെ ആയിക്കോട്ടെ, പക്ഷെ സിനിമയെ സിനിമയായിട്ട് കാണാൻ പഠിക്കണം. അതാണ് ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.